ഇവിടെ ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലേ? സമയം എത്രയാന്നാ നീ വിചാരിക്കുന്നേ? ആലിസേ, ഇടി ആഹാരം ഉണ്ടാക്കിയില്ലേന്ന്, എനിക്ക് ഹോസ്പിറ്റലിൽ പോണോന്ന്. ഇവിടെ ഒന്നും ഇല്ല. എന്താ ഇല്ലാത്ത? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. എന്നുവെച്ചാ ഉണ്ടാക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. സൗകര്യമില്ലേ? സൗകര്യം ഇല്ലാതിരിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണമല്ലോ. എന്താ കാരണം? കാരണം ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. എന്നാ? കണ്ട 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 ഇച്ചാൻ അതുപോലും ഓർമ്മയില്ല. ഇന്നലെ ആ ലംബോദര മാഷ് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് ഞാൻ പറഞ്ഞല്ലേ. ഓ, അതാണോ കാര്യം? കണ്ട, എന്തൊരു നിസ്സാരം. ഒരു വീട്ടിൽ കയറി വന്നിട്ട് പറയാൻ പാടില്ലാത്ത ഭാഷയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇച്ചാൻ അതൊരു കുഴപ്പമില്ലല്ലേ. ഞാൻ ഈ വീടും പരിസരവും ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു വൃത്തിയുമില്ല. നിങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് തരുമ്പോ പരിസരമൊക്കെ എന്തു വൃത്തിയായിരുന്നു. അല്ല, ഈ വീട് നശിപ്പിക്കാനാണോ നിങ്ങളുടെ പരിപാടി? ദേ മാഷെ, എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ഈ വീട് ഞാൻ എന്നും തൂക്കാറുണ്ട്, ആഴ്ചയിൽ ഒരിക്കലും തുടയ്ക്കാറുമുണ്ട്. പിന്നെ പരിസരത്തിന്റെ കാര്യം, അവിടെ എന്നും വൃത്തിയാക്കാറുണ്ട്. തന്നെയല്ല, 2 ആഴ്ച കൂടുമ്പോ ഒരു ചേച്ചി വന്ന് വൃത്തിയാക്കാറുമുണ്ട്. പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. പറഞ്ഞതൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, ഞാൻ അടുക്കള ഭാഗത്ത് ചെന്നപ്പോ ഒരു ചിക്കൻ കാല് അവിടെ കിടക്കുന്നു. കാല് കഴിക്കാൻ പറ്റത്തില്ലല്ലോ മാഷെ, അതുകൊണ്ടല്ലേ കളഞ്ഞത്. ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് ഏതെങ്കിലും വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കണം. കുറെ കഴിഞ്ഞ് അതൊരു കുഴികുത്തി മൂടണം. ശരി, ഇനി തൊട്ട് ഓരോ ചിക്കൻ കാലും ഓരോ കുഴികുത്തി അതിലൊക്കെ മൂടുന്നതായിരിക്കും. എന്നിട്ട് അതിന്റെ പുറത്തൊരു റീത്തും ഒരു കുരിശും വെക്കും. പോരെ? വെറുതെ പറയാൻ നിങ്ങൾ കേമിയാണെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛനും ഉമ്മയും ഇത്തരം നല്ല ശീലങ്ങളൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? മാഷെ, വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ അച്ഛനും അമ്മയും ആരാന്ന് മാഷിനെ അറിയോ? ആരായാലും എനിക്കെന്താ? മക്കളെ നേരെ ചൊവ്വെ ബുദ്ധി വളർത്തി പഠിപ്പിക്കാത്ത അച്ഛനമ്മമാരോട് എനിക്ക് പുച്ഛമാണ്. മാഷ് അങ്ങനെയാണെങ്കിലേ ഈ പഠിപ്പിയൊക്കെ മാഷിന്റെ വീട്ടിൽ പോയി പഠിപ്പിച്ചാൽ മതി. ഈ വീട് ഞങ്ങളല്ലേ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് നടക്കില്ല. ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാനാണ്, നിങ്ങൾ വാടകക്കാരായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാം. ആലീസേ, അത് പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. എന്തായാലും നമുക്ക് അയാളെ തിരുത്താൻ പറ്റത്തില്ല. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചാ പോരെ. ഇത് അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വീട്ടിലെ കൃത്യമായിട്ട് വാടക കൊടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ വാടകക്കാരുടെ നെഞ്ചത്ത് കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഓ, ഞാനിപ്പോ എന്താ വേണ്ടേ? ഇച്ചായൻ അങ്ങേരോട് പറയണം, ഇനി മേലാൽ ഈ വീട്ടിലോട്ട് കാലുകുത്തി പോരുതെന്ന്. നീ എന്നാ വർത്തമാനാടി പറയുന്നേ? അയാളുടെ അല്ലേ ഈ വീട്? അങ്ങനെയാണെങ്കിൽ അയാൾ ഇവിടെ വന്നോട്ടെ, പക്ഷെ എന്നോടൊരു അക്ഷരം മിണ്ടരുത്. എന്റെ പൊന്ന് ആലീസ, അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. ഇനി നടപടിയായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ? ഞാനേ അങ്ങേരെ തല്ലാനിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. കൊട്ടേഷനോ? ആ, കുറച്ച് കാശ് ചെലവായാലും വേണ്ടില്ല, അങ്ങേരുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. നോക്കിക്കും. എന്റെ പൊന്ന് ആലീസ, അവിവേകമൊന്നും കാണിക്കരുത് കേട്ടാ. ദേ, കൊട്ടേഷനൊക്കെ കൊടുത്തോണ്ടല്ലോ പോലീസ് പിടിക്കും. അതെ, നീ ഇങ്ങോട്ട് നോക്കിയേ. എടി, ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള മനുഷ്യൻ, പിന്നെ സുലോചനയുടെ അച്ഛൻ, നീ അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പവിത്രമായിരുന്നോ? ഡോക്ടറല്ലേ അത്? ചായ ചായ കുടിക്കുക. ഇതെന്നെ പറ്റി ആലീസിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? രാവിലെ ഒരു വഴക്കുണ്ടാക്കിയ ലക്ഷണം ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടാവാതിരിക്കും? സ്വന്തം ഭാര്യയ്ക്ക് ഒരു പ്രയാസം വന്ന പുല്ലുവില. നാട്ടുകാരെ ന്യായീകരിക്കുന്നതിൽ ഒരു കുറവുമില്ല. ദേ പവിത്ര, ഞാൻ തിരിച്ച് കോട്ടയത്തേക്ക് പോയാൽ എന്താന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ചേട്ടാ, ആലീസ് കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ കാര്യം ആരാ നോക്കുന്നത്? എന്റെ കാര്യം നോക്കുന്നില്ല, പിന്നെ ഞാൻ ഇച്ചാന്റെ കാര്യം നോക്കി ഇവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ? എന്റെ വീട്ടിലാണെങ്കിലേ എനിക്ക് എന്ത് സുഖാന്നറിയോ? ഒരു അടുക്കള പണി പോലും എടുക്കണ്ട, പിന്നെ നാട്ടുകാരുടെ ആട്ടും തുപ്പും ഒന്നും കേൾക്കണ്ട, പരമസുഖം. ഒരു കാര്യം, ആലീസ് ഡോക്ടറെ ഒന്ന് വിളിക്കോ? എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യം വന്നാൽ മുമ്പും നോക്കാതെ എന്നെ സഹായിക്കുന്ന ഡോക്ടറല്ലേ ഉള്ളൂ. കാശിനായിരിക്കും. അതേന്നെ, ഞാൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. കാശ് എനിക്കല്ല, പിന്നെ ആർക്കാ? സുമിത്രയ്ക്കാ? സുമിത്രയ്ക്ക് ആവശ്യമുള്ള കാശൊക്കെ ഇഷ്ടം പോലെ അവിടെ കയ്യിലുണ്ട്. ഒരു അത്യാവശ്യത്തിന് എനിക്കുള്ള കാശ് അവള് തരത്തില്ല. പിന്നെ ആർക്കാന്ന്? കുട്ടിക്കൃഷ്ണൻ അമ്മാവൻ. മനസ്സിലായില്ലേ? എന്റെ കഷ്ടകാലത്തിന് വയനാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്ന കുട്ടിക്കൃഷ്ണൻ അമ്മാവൻ. അന്ന് വന്നത്. പുള്ളിയുടെ വിശേഷങ്ങളൊക്കെ ആലീസിനും അറിയാവുന്നതല്ലേ. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് 2000 രൂപ എന്നോട്. അതിന് എന്റെ എവിടെ ഇരിക്കുന്ന 2000 രൂപ എന്നാ എവിടുന്നേലും സംഘടിപ്പിച്ച് കൊടുത്തേക്കാന്ന് വെച്ച് വന്ന. അവനവന്റെ കാര്യം നോക്കാൻ പറ്റാത്ത സമയത്താണ് ഇങ്ങനെയുള്ള വയ്യാവിലികൾ കയറി വരുന്നത്. നമ്മുടെ വിധി അല്ലാതെ എന്നാ പറയാനാ. പവിത്ര ഇവിടെ നിൽക്കേ, ഞാൻ ഇച്ചായം കഴിച്ചാൽ ഞാൻ നോക്കട്ടെ.
ഞാനാണ്, നിങ്ങൾ വാടകക്കാരായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഡോക്ടർ എങ്ങനെയും എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെന്ന് വരത്തില്ല, നാളെ എൻ്റെ ശവമായിരിക്കും നിങ്ങൾ കാണുന്നത്. സഹായിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ കാശില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ ടൈറ്റാ. വേറെ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് കുട്ടിക്കൃഷ്ണൻ അമ്മാവനാ. പുള്ളിയോട് കാശില്ലെന്നെങ്ങാനും പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി പറയും കുഴപ്പമില്ല, അത് സാരമില്ല, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും, നീ പോണ വഴിക്ക് എതിരെ എങ്ങാനും വല്ല പാണ്ടിലോറി വന്നാലും നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തീർന്ന് എൻ്റെ കാര്യം കട്ടപ്പോകയായി. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പൗത്രൻ നാണമില്ലേ? ഓരോരുത്തർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നടക്കണം. ഇങ്ങനെയുള്ളവന്മാരെ ഉണ്ടല്ലോ ചൂരൽ വെട്ടി അടിക്കണം. വെറുതെ ഒന്നും അല്ലല്ലോ, അനുഭവങ്ങൾ കൊണ്ടല്ലേ. എന്തനുഭവമാണ്? ഈ പറയുന്ന കുട്ടിക്കൃഷ്ണൻ അമ്മാവൻ ഒരു ദിവസം വീട്ടിൽ കയറി വന്നപ്പം സുമിത്രയോട് പറഞ്ഞു, ഏത് നേരവും ഫോണിലാണല്ലോ. ആ ഫോണ് വെള്ളത്തിൽ വീണ് പോയോ? ഇത് ഒരു പ്രാവശ്യം പറഞ്ഞതാ. ആണോ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞു, ആ ചേച്ചിയെ നല്ല സാരിയാ കേട്ടോന്ന്. ആ സാരി പട്ടി വലിച്ചു കീറിയോ? അതുകൊണ്ട് എന്നോട് സ്കൂട്ടറിൽ കയറില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സ്കൂട്ടറിൽ നിന്ന് കമന്നടിച്ച് വീണ് എൻ്റെ മുഖത്തിന് ഇത്രയും ഭാഗം പോയോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ ഇത്രേ സംഭവിച്ചുള്ളൂ. പൊന്ന് പവിത്ര, ജീവിതത്തിൽ ആ മനുഷ്യൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ദേ ഇങ്ങോട്ട് നോക്ക്, ഉണ്ടാവുമോ? ഇല്ലല്ലോ. സംഭവിച്ച കാര്യങ്ങൾ മാത്രം ഓർത്തു വെക്കുന്നതാ ഈ പ്രശ്നം. ആണോ? ആ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നിങ്ങളുടെ ഈ ശാസ്ത്രം നിർത്താവോ? പറ്റുമെങ്കിൽ എനിക്ക് ഒരു 2000 രൂപ കടന്താ. എന്റെ കയ്യിൽ കാശില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാ. ഒരാഴ്ച ഞാൻ ടൈറ്റാ, വേറെ ആരോടെങ്കിലും പോയി ചോദിച്ചു. എന്റെ ദൈവം, ഏത് കാമയം കെട്ട നേരത്താന്ന് അറിയത്തില്ല ഇത് പൈസ കൊടുക്കാൻ തോന്നിയത്. പവിത്ര, ആ ആലീസ് ഭയങ്കര തികഞ്ഞ വിശ്വാസിയല്ലേ. എനിക്ക് വേണ്ടി ഒരു പാട്ട് കുർബാന നേർന്നേര് കേട്ടോ. പൈസ ഞാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഈ കുട്ടികൃഷ്ണൻ അമ്മാവനോട് ഇവിടെ വന്ന് എന്റെ അടുത്തുനിന്ന് നേരിട്ട് പൈസ വാങ്ങിക്കാൻ പറയണം. അത് ശരി, എന്നെ ആലീസിനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകണം. തലയ്ക്ക് വെളിവുള്ളവർ ആ പുള്ളിയെ കാണാൻ നേരത്ത് മതിലിയാടി ഓടാൻ നോക്കുക. ഇനി ആ പുള്ളി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാശ് വേണമെങ്കിൽ അങ്ങേരോട് ഇവിടെ വന്ന് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ. പിന്നെ അത് മാത്രം പോരാ, എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? അത് ഞാൻ അങ്ങേരോട് നേരിട്ട് പറഞ്ഞോളാം. ആലീസ് കാര്യമായിട്ടാണോ ഈ പറയുന്നേ? 100%. കുട്ടികൃഷ്ണൻ അമ്മാവനാ? ഞാൻ വിചാരിച്ചു ആലീസിനെ മറന്നു കാണുമെന്ന്. ആഹാ, അങ്ങനെ മറക്കാൻ പറ്റുമോ? അങ്ങനെ മറക്കാൻ പറ്റിയ ആളാണോ അമ്മാവൻ? അമ്മാവൻ ഇരിക്കാൻ ഒരു ചായ എടുക്കാം. ചായ ഒന്നും എടുക്കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട വേണ്ട, അമ്മാവനൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി. മതിയെങ്കിൽ മതി. അല്ല, പവിത്രം പറഞ്ഞ കാശൊക്കെ ഞാൻ തരാം, പക്ഷെ അതിനു മുമ്പ് അമ്മാവൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് ഉപകാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. സത്യം പറയാലേ ആലീസേ, ആദ്യമായിട്ടാ എന്നെ സ്നേഹത്തോടെ ഒരാൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഇപ്പൊ ആലീസ് പറയുന്നു എന്റെ എന്തെങ്കിലും സഹായം വേണമെന്ന്. സാധാരണഗതിയിൽ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുന്നു പറഞ്ഞാൽ പോലും ആരും എന്നെ അടുപ്പിക്കാറില്ല. നീ ആകാശം ഇടിഞ്ഞു പിഴിഞ്ഞാൽ പോലും എന്റെ സഹായം വേണ്ടെന്നേ പറയുള്ളൂ. ഇങ്ങനെ പറയാതിരിക്കോ? അങ്ങനെയല്ലേ നാക്ക്? അല്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അല്ല, അത് അമ്മാവനെ ശരിക്കും അറിയാത്ത ആരോ പറയുന്നതാ. അതെന്നെ. പക്ഷെ എനിക്ക് അമ്മാവനെ നല്ല പോലെ അറിയാം. പറ, എന്ത് സഹായമാണ് ഞാൻ ചെയ്യണം? അമ്മാവൻ ഇരിക്കും, ഞാൻ വിശദമായിട്ട് പറയാം. ഞങ്ങളെ ഇവിടെ വാടകയ്ക്കാ താമസിക്കുന്നത്. ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞ ഒരു ലംബോദര മാഷ്. അങ്ങനെ ഇവിടുന്ന് കുറച്ചപ്പുറത്താ താമസിക്കുന്നത്. വീടൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അമ്മാവൻ ഈ ലംബോദര മാഷിനെ ഒന്ന് കാണണം. ആരാ? ഈ ലംബോദരൻ മാഷിന്റെ വീട് തന്നെ? അതെ. ആളകത്തില്ലേ? അച്ഛാ, ആരോ കാണാൻ വന്നിരിക്കുന്നു. വരൂ, അകത്തിരിക്കാം. വേണ്ട, ഞാൻ മാഷിനെ കണ്ട് കാര്യം പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കോളാം. ഓ, ആരാ? ഞാൻ കുട്ടികൃഷ്ണൻ. അല്ല, സ്കൂളിന്റെ പുറകിലത്തെ വീട് മാഷിന്റെ അല്ലേ? ആണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ. അല്ല, എനിക്കത് വാടകയ്ക്ക് വേണമായിരുന്നു. ഇല്ലെങ്കിൽ? അല്ല, ഞാൻ നല്ല വാടക തരാം. വേണ്ടെങ്കിൽ എത്ര രൂപ വാടക തരും? വാടക മോളെ, നീ കത്ത് പോകും. ഞങ്ങളൊരു ബിസിനസിന്റെ കാര്യം സംസാരിക്കട്ടെ. പിന്നെ യാതൊരു കാരണവശാലും ഈ സമയത്ത് ഓമനക്കുട്ടനോട് ഇങ്ങോട്ട് വരരുന്ന് പറയണം. ചെല്ല്. കുട്ടികൃഷ്ണൻ, വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം. ആരുടെ അവിടെ? ഒരു കുട്ടികൃഷ്ണൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ സ്കൂളിന്റെ ബാക്കിലത്തെ വീടില്ലേ, അത് വാടകയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു വന്നതാ. അതേത് കുട്ടികൃഷ്ണൻ? അയ്യോ, അങ്ങോട്ട് പോകല്ലോ. അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ, കുട്ടേട്ടനെ അങ്ങോട്ട് പറഞ്ഞു വിടല്ലോ. ഓ, അത് ശരി. ഓ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എത്ര രൂപയാണ് വാടകയെന്ന് ഞാൻ അറിയും.
വള്ളക്കളവൻ. വീട് വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ച് പലരും ഇവിടെ വരാറുണ്ട്. എനിക്ക് തൃപ്തികരമായ വാടക കിട്ടാതെ ഞാനത് കൊടുക്കത്തില്ല. അല്ല വാടക എത്രയാണെന്ന് മാഷ് പറഞ്ഞു. എത്രയായാലും എനിക്ക് സമ്മതമാ. നല്ല വീടല്ലേ, കുറഞ്ഞ 2 വണ്ടിയെങ്കിലും അവിടെ പാർക്ക് ചെയ്യാം. എന്റെ എല്ലാ വീടുകളും അങ്ങനെയാണ്. ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ദേ ഈ വീട് തന്നെ നോക്കൂ. ആ ഇവിടെയും കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ കാറൊന്നും കാണില്ല മാഷേ. എന്തിന് വെറുതെ കാറ് വാങ്ങി കാശ് കളയേണ്ട കാര്യമെന്താ? എനിക്ക് എല്ലായിടത്തും നടന്നു പോകുന്നതാണ് ഇഷ്ടം. നടന്നാൽ ആരോഗ്യം കൂടും, കാശില്ല ലാഭം. അല്ല നടന്നു പോകുന്നതൊക്കെ നല്ലത് തന്നെ. എന്നാ നടക്കുമ്പോ സൂക്ഷിക്കണം. വല്ല പാണ്ടിലോറയും കയറി വരും. അതങ്ങാനും നെഞ്ചത്തോട്ട് കയറാനുള്ള അവസ്ഥയൊന്നും ആലോചിക്കണം. പക്ഷേ ഞാൻ വർഷങ്ങളായി ഇതുവഴി നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ലോറികളെക്കാൾ എനിക്ക് പേടി പട്ടികളെയാണ്. പട്ടികളെ. റോഡ് നിറയെ തെരുവ് പട്ടികളാണ്. അവറ്റകൾക്കാണെങ്കിലും ഒരു മര്യാദയില്ല. അറഞ്ചം പുറഞ്ചം കടിച്ചു കളയും. അമ്മാവാ. അല്ല ഒന്നുമില്ല, ഈ നാളെ കറണ്ട് ബിൽ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. പൈസ എന്നാ ഞാൻ കൊണ്ടുപോയി അടയ്ക്കായിരുന്നു. അത് നിന്റെ കയ്യിൽ തന്നാൽ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല. 2 ദിവസം കഴിയുമ്പോൾ അവർ വന്ന് ഫീസ് ഊരിക്കൊണ്ടുപോകും. ഞാൻ കൊണ്ടു അടച്ചോളാം. കറണ്ട് ബില്ലൊക്കെ ഇപ്പൊ കൂടുതലാണല്ലേ. ബില്ല് കണ്ടാൽ തന്നെ ഷോക്ക് അടിക്കും. ഞാൻ എങ്ങനെ ആവശ്യമില്ലാതെ വൈദ്യുതി പാഴാക്കാറില്ല. ഒരു സ്വിച്ച് ഇട്ടാൽ അതിന്റെ ആവശ്യം കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യും. നോക്കൂ കുട്ടികൃഷ്ണൻ, ഇതൊരു വലിയ വീടാണ്. പക്ഷെ ഇവിടെ AC ഇല്ല. എന്തിനാ വെറുതെ കാശ് കളയുന്നത്? അല്ല ഈ സ്വിച്ച് ഇടുമ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഷോക്ക് അടിച്ചെങ്ങാനും നെഞ്ചു തള്ളി വീടാലോ. അത് പറഞ്ഞപ്പോഴാ ഒരു പഴയ സംഭവം എനിക്ക് ഓർമ്മ വന്നത്. മുമ്പൊരിക്കൽ ഇവിടെ ഒരു സർവീസ് ഡോർ പൊട്ടിക്കിടന്നു. ആരെങ്കിലും തൊടുകയോ ചവിട്ടുകയോ ചെയ്താൽ സംഗതി ക്ലോസ്. എന്നിട്ട് ആരും തൊട്ടില്ലേ? തൊട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തെരുവ് പട്ടികൾ. അതിലൊരെണ്ണം മതിൽ ചാടി വന്നു, അതിനെ മണപ്പിച്ചു. സംഗതി ടീം. ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് അങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട്. അല്ല പട്ടികളെ കൊണ്ട് വേറെ ഉപകാരമുണ്ട്. ഒരു പട്ടിയെ വാങ്ങിച്ച് വളർത്തണം. കള്ളന്മാരെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഇത്രയും വലിയ വീടല്ലേ. ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ ബഹുമിടുക്കന്മാരാ. അകത്തോട്ട് വന്ന് കയറിയാ മൊത്തം ഉള്ളതും വലിച്ചുവാരി കൊണ്ടേ പോകും. അതിലെനിക്ക് പേടിയില്ല. ഇവിടെ കയറുന്ന കള്ളന്മാരുടെ ഒക്കെ കാര്യം കട്ടപ്പുകയാണ്. അതിനുള്ള വേലകളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ വെറുതെ പട്ടിയെ വാങ്ങിച്ച് വളർത്തി അതിനുകൂടി ചെലവിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതൊക്കെ പോട്ടെ, നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. എത്ര രൂപ വാടക? അല്ല ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീട് തൽക്കാലം വാടക കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതെനിക്ക് മനസ്സിലായില്ല. അതാ എനിക്കും മനസ്സിലാവാത്തത്. പക്ഷെ 2000 രൂപ വാങ്ങിക്കുമ്പോൾ ജോലി ചെയ്യണ്ടേ? 2000 രൂപ ആര് തന്നു? ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പോകുമ്പോ സൂക്ഷിക്കണം. റോഡ് നിറയെ തെരുവ് പട്ടികളാണ്. ചേർക്കാനെങ്കിലും പട്ടിയുടെ പേരിൽ കൈവശം കൊടുത്തു. എന്ത് പറഞ്ഞാലും പട്ടി. ആരമ്മാവാ അവിടെ വന്നിരുന്നത്? ഏതോ ഒരു തലയ്ക്ക് വെളിവില്ലാത്തവൻ വീട് വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു കൊണ്ടുവന്നതാ. കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവന് വീട് വാടകയ്ക്ക് വേണ്ട എന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വട്ടി തന്നെ. ചേടാ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവന്മാരെല്ലാം കൃത്യമായിട്ട് എന്റെ വീട്ടിൽ തന്നെയാണല്ലോ വന്നു കയറുന്നത്. എന്തത്ഭുതം. അതിന് വേറെ ആരും ഇവിടെ വന്നു? നീ തന്നെ. സംശയമെന്ത്? നീ എന്തു ആലിസേ പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാൻ പോവുക? അതിനെന്തെങ്കിലും അല്ലല്ലോ സംസാരിക്കുന്നത്. ഈ ചായ, വണ്ടി അപകടം, ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാവുന്ന അസുഖം, ലംബോദരൻ മാഷിന്റെ വീട്ടിൽ കള്ളം കയറുന്നത്, ഇതൊക്കെ അമ്മാവ സംസാരിക്കുന്നത്. സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഫലിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നത്തോടുകൂടി ലംബോദരൻ മാഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എനക്ക് വട്ടാണ്. എനിക്ക് വട്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നീ ഇതിനു വേണ്ടി മുടക്കുന്ന 2000 രൂപ അത് പോക്കാ, തിരിച്ചു കിട്ടാനും പോകും. ആണോ? 2000 രൂപയല്ലേ? ആ 2000 രൂപ പോയല്ലേ ആലീസിന് പുല്ല. ആ പൈസ പോട്ടെന്ന് ആലീസ് വെക്കും. എന്തോരം പൈസ ആലീസിന്റെ പോയേക്കുന്നു. എന്റെ പൈസയാണെന്നേ ഉള്ളൂ. ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇനി എന്നെ ചീത്ത വിളിക്കാൻ വരുമ്പോഴത്തേക്ക് അങ്ങേരെ ഏതെങ്കിലും പാണ്ടിലോറി ഇടിച്ച് എനിക്കൊന്ന് കണ്ടാ മതി. ഇതിനെങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇച്ചായൻ രാവിലെ എന്നോട് എന്താ പറഞ്ഞത്? കൊട്ടേഷൻ കൊടുത്താ പോലീസ് വന്ന് എന്നെ പൊക്കുവെന്ന്. ഇതേ ഒരു പ്രത്യേകതരം കൊട്ടേഷനാ. കരിനാക്ക് കൊട്ടേഷൻ. നീ അങ്ങോട്ട്. അവിടെ സ്ഥലമില്ല, അവിടെ ഇരിക്കും. എനിക്ക് ഇവിടെ ഇരുന്ന് വേണം പറയാൻ. ശല്യം.
മിസ്റ്റർ ജോർജേട്ടി, ദേഹത്തടിക്കാതെ കാര്യം പറ. മിസ്റ്റർ ജോർജേട്ടി, ആ. ഒരാളുടെ വാക്ക് അറം പറ്റിയാൽ ഏത് വകുപ്പിൽ കേസെടുക്കും? ലംബോദരൻ മാഷിനെ ഇനി എന്നെ ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല. ലംബോദരൻ മാഷെന്നല്ല, എന്നോട് ഉടക്കാൻ വരുന്ന സകല ഒമറിനും കാര്യം പോക്കാം. ഞാനേ കുട്ടിക്കൃഷ്ണൻ അമ്മാവനെ അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. ഇനി അയാളായിരിക്കും എന്റെ പ്രധാന ഗുണ്ട. നീ എന്റെ ദേഹത്ത് തൊടാതിരിക്കും. ടിങ് ടിങ് അടിച്ചു പോ ചെല്ലു. ആ ആരാ? ഡോക്ടറെ തന്നെ അറിയാൻ വഴിയില്ല. സഹായത്തിനാണോ? അല്ല, ആലിസേ, ഒരാൾ വന്ന് നിൽക്കുന്ന. ഞാൻ മേശപ്പുറത്തേക്ക് പേഴ്സിങ് എടുത്തുണ്ടോ? ശ്ശേ. പേഴ്സ് പോയി എടുക്കും. എന്ത് പറ്റിയതാ? അയ്യോ, അതൊരു വലിയ കഥയാണ് സാറേ. പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. പേരെന്താ? കൃഷ്ണൻ. കുട്ടിക്കൃഷ്ണൻ എന്നാ മുഴുവൻ പേര്. ഓ, പവിത്രന്റെ അമ്മാവനാ. ആ പവിത്രന്റെ അമ്മ. അമ്മാവ് ഇതെന്ത് പറ്റി? അയ്യോ, ഒന്നും പറയണ്ട എൻ്റെ മോളെ. മോള് പറഞ്ഞ കണക്ക് ഞാൻ അവിടെ ചെന്ന്. മോള് പറഞ്ഞ കണക്ക് അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അയാളെല്ലാം മോള് കേട്ട്. കളിയായി തമാശയായി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ആ വളവിൻ്റെ അവിടെ എത്തിയപ്പോ ഒരു പട്ടി എൻ്റെ മുമ്പ്. ഞാൻ സൈഡിൽ കൂടെ പോകാൻ നോക്കിയതാ. അപ്പം പട്ടി എൻ്റെ കുറുകെ വന്നങ്ങ് നിന്ന്. പട്ടിയുടെ നോട്ട് അത്ര പന്തികടലായിരുന്നു കേട്ടോ. ഞാൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ച്, പിന്നെ 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ച്. പട്ടി എൻ്റെ നേരെ ചാടി വന്നു. ഞാൻ അവിടെ നിർത്തിയാടി ഓടി. പട്ടി എൻ്റെ പിറകെ. ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ എത്തിയപ്പോൾ പട്ടി ചാടി എൻ്റെ കഴുത്തിലൊരു പിടുത്തം. പിന്നെ ആ പട്ടിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു മോളെ. ഓ, ഇവിടെ ഒരു നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആ കമ്പൗണ്ടർ എവിടുന്നാണ് സംഘടിപ്പിച്ചതാ ഈ കയ്യിൽ ഉണ്ട്. ചട്ടം മുണ്ട് കീറിയതും ആശുപത്രി ചെലവും എല്ലാം കൂടെ ചേർത്ത് 2000 രൂപയായി. ഇനി അങ്ങോട്ടുള്ള ഗുളികയുടെ മരുന്നിൻ്റെ ചിലവെല്ലാം കൂടെ ചേർത്തൊരു 3000 രൂപ ആലിസ് ഇങ്ങോട്ട് തരണം. ആലിസോ? എന്തിനാ? ആലിസ് പറഞ്ഞിട്ടാണോ പട്ടി അടിച്ചേ? ആണോടി? തർജിക്കട്ടെ സാറേ, ആലിസ് പറഞ്ഞിട്ടില്ല ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെന്നത്. അപ്പൊ ആലിസിലെനിക്കാ പൈസ തരേണ്ടത്. തന്നില്ലെങ്കിൽ പിന്നെ അമ്മാവ തരാം, പക്ഷെ ഇപ്പൊ ഇല്ല. പവിത്രന്റെ കൈ കൊടുത്തേക്കാം. കൊടുത്തേക്ക വെച്ചാ അല്ലെങ്കിൽ ഇയാൾ നാക്കുകളച്ച് എന്തെങ്കിലും പറയും, നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. പവിത്രന്റെ കൊടുത്തേച്ചാ മതി. അപ്പൊ ഞാൻ പോട്ടാ. ആ, പിന്നെ ഒരു കാര്യം, ആ ലംബോദരൻ മാഷിനെ ഒന്ന് സൂക്ഷിക്കണം. അയാൾ നാക്കെടുത്ത് വളച്ചാൽ അറം പറ്റും. പട്ടി അടിക്കുന്നവരെ അയാൾ പറഞ്ഞതേ ഉള്ളൂ. അയാൾ നാക്ക് വിഴുത്ത് ചാവത്തേ ഉള്ളൂ. നോക്കിക്കോ. ആ, അയ്യാ, നോക്കി ഇറങ്ങി. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. അസുഖം മാറിയോ? ഏറെക്കുറെ. ഇപ്പൊ പേടിക്കാൻ 2 പേരായി. കൃഷ്ണൻകുട്ടി അമ്മാവനും ലംബോദരൻ മാഷും.